ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ടീമിൽ പുതിയതായിട്ടുള്ള 4 എക്സ്ക്ലൂസീവ് മെഷീൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഫിറ്റിങ്ങും അതിൻ്റെ ട്രയൽ റണ്ണിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം മെഷീൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരു സർവേ നമ്മുടെ ക്ലയൻസുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടെ ഉതകുന്നതും അവർക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള മെഷീൻസാണ് നമ്മൾ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും മെഷീൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പം നമ്മുടെ ബിഗ് ബോസ് ടീമിൽ ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. കാരണം എല്ലാവർക്കും വളരെയധികം ആൻറ്റിസിപ്പേഷൻ ഉണ്ട് പുതിയ മെഷീൻസ് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി. ചുരുക്കം പറഞ്ഞാൽ 2026 തന്നെ രണ്ടാമത്തെ മേജർ അപ്ഡേഷനാണ് ഈ ജൂൺ മാസം നടന്നിട്ടുള്ളത്. ഫസ്റ്റ് അപ്ഡേഷൻ ജാനുവരി മാസം നമ്മൾ 4 പുതിയ മെഷീൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പർഎക്സിന്റെ ഈ ഒരു മെഷീൻ നമ്മൾ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ജിമ്മിൽ ഇതുപോലൊരു എക്യുപ്മെന്റ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മെഷീന്റെ മെയിൻ അട്രാക്ഷൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ കേബിൾ ക്രോസ് ഓവർ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രോസ് ഓവറിൽ ഹൈറ്റ്, ഒരു കൊമേഴ്ഷ്യൽ ക്രോസ് ഓവറിന്റെ അതേ ഹൈറ്റ് തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഫ്രിക്ഷനും ഇല്ല. നന്നായിട്ട് ഒരു മൈൻഡ് മസിൽ കണക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ യൂണിറ്റിന്റെ ഹൈറ്റ് 7 അടിക്ക് മണ്ടയ്ക്ക് അല്ലെങ്കിൽ 8 അടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് റിലീസ് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിലുള്ള ഫങ്ഷണൽ ട്രെയിനറിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഏകദേശം ഇവിടം വരെ വരുമ്പം തന്നെ ടെൻഷൻ നിൽക്കും, കാരണം മെഷീൻ ഇടിച്ച് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹൈറ്റ് പർപ്പസ്ഫുള്ളി കൂട്ടിയത്. അടുത്ത ഹൈബർ മെഷീനിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മെഷീനുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ പവർ സ്മിത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, പവർ സ്മിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ പ്രീമിയം ജിമ്മിലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു മെഷീനാണ്. അപ്പം സാധാരണഗതിയിൽ പവർ സ്മിത്ത് മാത്രം മേടിക്കുമ്പോഴത്തേക്കും അത് ടു എക്സ്പെൻസീവ് ആണ്. ദാറ്റ് മീൻസ് ഒരു 70,000 to 80,000 ആണ് അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ പവർ സ്മിത്തിന്. സാധാരണഗതിയിൽ നമ്മുടെ ഫങ്ഷണൽ ട്രെയിനർ ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രണ്ടിലെ കേബിൾ ക്രോസർ ആയിരിക്കും, ബാക്കിൽ ഒരു സ്മിത്ത് ആയിരിക്കും, കൺവെൻഷണൽ സിംഗിൾ റോഡ് ആയിട്ടുള്ള സ്മിത്ത് ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് റെഫറൻസ് എടുത്തു. ഞാനും അതുപോലെ തന്നെ നമ്മുടെ ജിമ്മിലെ ചീഫ് ടെക്നീഷ്യനായിട്ടും കൂടെയുള്ള ശരത്തുമായിട്ടും കൂടെ സംസാരിച്ചപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. എന്തുകൊണ്ട് ഈ സിംഗിൾ റോഡ് ബാറിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സ്മിത്ത് ആക്കി കൂടാ എന്നുള്ളത്. ഇത് പർട്ടിക്കുലർലി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അഡ്വാൻസ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്കായിരുന്നു നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡംബിൾ ചെയ്ത് മടുക്കുന്നവർക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാനും കൂടെ ഉള്ളൊരു ഓഫറാണ് ഈ ഒരു മെഷീൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. വളരെ ഫ്രീ മൂവ്മെൻറ്റാണ്. 2 റോഡ് തമ്മിൽ പോകുന്നതുകൊണ്ട് ഇതിന് ഫ്രീ മൂവ്മെൻറ്റ് വളരെ റിയലിസ്റ്റിക്കാണ്. ഒരിക്കലും ഒരു വെറും കസ്റ്റം മെയ്ഡ് കിട്ടുന്ന ഒരു ഫീലല്ല, ഒരു അപ്പ് മാർക്കറ്റ് ലെവൽ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഷോൾഡർ വിഡ്ത്ത് ഉള്ളവർക്കാണ് ഇത് ഇച്ചിരി കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. വളരെ നാരോ ആയിട്ടും മെലിഞ്ഞവർക്കും ഇത് ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നന്നായിട്ട് സ്ട്രെച്ച് നമുക്ക് താഴോട്ട് കൊടുക്കാൻ സാധിക്കും. ഒരു ബാർബെൽ സ്മിത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചെസ്റ്റിൽ ഈ ഒരു പൊസിഷൻ ആകുമ്പോൾ ചെസ്റ്റിൽ ഇടിച്ച് നിൽക്കും. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതായതുകൊണ്ട് നന്നായിട്ട് താഴോട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് സേഫ്റ്റി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ഇൻഡിവിജ്വൽ പുഷസ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും. ഒരു സപ്പോർട്ടറുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് 12 കൗണ്ട് 15 കൗണ്ടൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഹൈബ്രിഡ് മെഷീനിൽ മൂന്നാമതായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പവർ റാക്കാണ്. പവർ റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒത്തിരി അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് പവർ റാക്കായിട്ട് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും. അതിൽ ഡിപ്സ് മെഷീൻ ഉണ്ട്, പവർ റാക്കിൻ്റെ ഹാൻഡിൽസ് ഉണ്ട്, അങ്ങനെ കുറേ ഹാൻഡിൽസും ആക്സസറീസും നമുക്ക് പവർ റാക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഡിപ്സിന് വേണ്ടിയുള്ള ആക്സസറി. ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഫ്രീ ഈ പറയുന്ന പവർ റാക്കുമായിട്ട് അറ്റാച്ച് ചെയ്താൽ നല്ല ഇൻറ്റൻസിറ്റി തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു വേവറിങ്ങും ഇല്ല. നല്ല ഇൻറ്റൻസിറ്റി ട്രൈസും ചെസ്റ്റും ആക്ടിവേഷൻ സാധിക്കും. വർക്കൗട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഊരി മാറ്റാനും സാധിക്കുന്നതാണ്. ഹൈബ്രിഡ് മെഷീനെ ഇച്ചിരി കൂടെ റോയൽ ഫീൽ നൽകാൻ വേണ്ടി ഇതിൻ്റെ പൈപ്പ് ഗേജ് എല്ലാം ഞങ്ങൾ 3x3 കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഞങ്ങൾ ആർച്ച് ടൈപ്പ് ചിന്നപ്പിനും പുള്ളപ്പിനും പറ്റുന്ന ഒരു ആക്സസറി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ആർച്ച് ടൈപ്പ്. സത്യം പറഞ്ഞാൽ ഇതൊരു കെർവ് ബാർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്റ്റിനൊന്നും അധികം പെയിൻ വരത്തില്ല. ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ട്രെച്ചിങ്ങും നമുക്ക് കിട്ടുന്നതാണ്. മെഷീൻ വളരെ സ്റ്റഡിയാണ്. ദാറ്റ് മീൻസ്
ഞാനൊരു 105 കിലോ ഉണ്ടെങ്കിൽ പോലും ഈ മെഷീനിൽ ചെയ്യുമ്പം ഒരു തരത്തിലും ഡിസ്ട്രാക്ഷൻസ് ഫീൽ ചെയ്യുന്നില്ല. അത്രയും ഹെവിയാണ് ഈ മെഷീൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം നിങ്ങൾ ഈ മെഷീനിലെ ഏറ്റവും മേജർ അപ്ഡേഷൻ ആയിട്ടുള്ള കേബിൾ ക്രോസ് ഓവർ, പവർ സ്മിത്ത്, പവർ റാക്ക് 3 പ്രൊഡക്റ്റീവാണ്. സാധാരണഗതിയിൽ നിങ്ങൾ ഈ 3 യൂണിറ്റും ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ജിമ്മിൽ നല്ല സ്പേസ് പോകും, അതുപോലെ തന്നെ ഫിനാൻഷ്യലി നല്ല ടൈറ്റ് പോകും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നന്നായിട്ട് ഇമാജിൻ ചെയ്ത് നിങ്ങളുടെ ജിമ്മിൽ തന്നെ ടെക്നിക്കലായിട്ടും ഇച്ചിരി ക്രിയേറ്റിവിറ്റി ഉള്ളവരുമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് ഒരു ഡിസൈൻ ലേഔട്ടൊക്കെ ചെയ്തതിന് ശേഷം മാനുഫാക്ചറോട് സംസാരിക്കുക. അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് മെഷീൻ മേടിക്കുന്നതായിരിക്കും ലാഭം. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ലേഔട്ടാണ് ഞാനും ശരത്തും കൂടെ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗുജറാത്തിലുള്ള ഹൈപ്രക്സ് കമ്പനിയിലെ ഓണറായിട്ടും ടെക്നീഷ്യൻസുമായിട്ട് ഞങ്ങൾ നിരന്തരം സംസാരിച്ചു. ഏകദേശം 3-4 മാസം എടുത്തു ഈ യൂണിറ്റ് ഇവിടെ എത്തിക്കിട്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഫാക്ടറിയിലുള്ളവരുമായിട്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് വീഡിയോ കോൾ, ഇതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളെല്ലാം. അപ്പം അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ വളരെയധികം ഹാപ്പിയാണ്. സോ ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്ന് വന്ന് കാണണം, അല്ലെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ജിമ്മിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം, ചെയ്ത് നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പം ഇത് ഞങ്ങളുടെ ജിമ്മിലെ ഫസ്റ്റ് അപ്ഡേഷൻ മാത്രമാണ്. ഇനിയും ഇതിനകത്ത് 3 മെഷീൻസും കൂടെ വേറെ ഉണ്ട്. അത് നിങ്ങളുമായിട്ട് വരുന്ന ആഴ്ചയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ സ്ട്രോങ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ.